ഹലോ, ഞാൻ ഇപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിൽ അമ്പലവേല് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇവിടെ പൂപ്പൊലി 2025 നടക്കുന്നുണ്ടെന്ന് കേട്ട്, അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വന്നതാണ്. എൻ്റെ ബാക്കിൽ നിൽക്കുന്നതാണ് അതിൻ്റെ എൻട്രൻസ്. ഇപ്പോൾ ഏകദേശം ശനിയാഴ്ച കൊണ്ട് നല്ല തിരക്കുണ്ട്. എന്തായാലും കയറി നോക്കാം നമുക്ക് എന്താ പാടുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ. അഡൾട്ടിന് 60ഉം കുട്ടികൾക്ക് 30 രൂപയാണ്. അപ്പോൾ ഏതായാലും ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് കയറി നോക്കാം കേട്ടോ. അപ്പോൾ കയറി വന്നത് റൈറ്റ് സൈഡിൽ നല്ല ഭംഗിയിൽ പൂപ്പൊലി എഴുതി വെച്ചിട്ട്, കാരണം ഞങ്ങൾ ഫാമിലിയൊക്കെ വന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് ഇവിടെ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായി കാണാൻ, കളർഫുള്ളായിട്ട്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റിന് സോറി എന്തായാലും ബാക്കി ഉള്ളിൽ പോയി നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എൻട്രൻസ് കയറിയത് നല്ല വാം വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഹാർട്ടിൻ്റെ ഷേപ്പിൽ സൗണ്ട് ഉണ്ട് കേട്ടോ. അവിടെ കേൾക്കാം. അപ്പോൾ വാം വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർട്ടിൻ്റെ ഷേപ്പിലൊക്കെ ഇവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിന്. പക്ഷെ പൂവൊന്നുമില്ല കേട്ടോ, അതിൽ ഫുള്ള് ചെടിയാണുള്ളത്. കാണിച്ചു തരാം. ഇതാ ഫ്ലവർ ഷോ ആയതുകൊണ്ട് ഫുള്ള് കളർഫുള്ളായിട്ടുള്ള ഫ്ലവറാണ് ഈ ഭാഗത്തൊക്കെ ഉള്ളത്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലവേഴ്സാണ്. പേരൊന്നും അറിയില്ല, എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഭാഗത്ത് ഫുള്ള് ഏകദേശം കുറച്ചൊരു സ്പോട്ടുണ്ട്. ഈ ഏരിയയിൽ ഫുള്ള് വേറെ കളറാണ്. ഈ ഭാഗത്തൊക്കെ ചെടി കുഴിച്ചിട്ടിട്ടേ ഉള്ളൂ, ഒന്നും ആയി വരുന്നുള്ളൂ. ഇപ്പോൾ ഏതായാലും ഒരാഴ്ച കഴിഞ്ഞാൽ ഇതൊക്കെ തളർത്ത് വരുമായിരിക്കും, എന്താ അറിയില്ല. ഇനി അത് കഴിഞ്ഞ് നെക്സ്റ്റ് താഴത്തെ സെക്ഷനിൽ വരുമ്പോൾ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തതിന് ഒരു പീക്കോക്കാണ്. ഇതാ ആ ഭാഗത്താണ് പീക്കോക്ക്. അതിൻ്റെ വാലാണ് പൂ കൊണ്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ ഡ്രോൺ ഷോട്ടൊക്കെ ഉണ്ടായാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിരുന്നു. ഒക്കെ പാളി. അപ്പോൾ സൗണ്ട് ഒന്നും കേൾക്കില്ല. പാട്ട് നല്ല സൗണ്ടിലാണുള്ള പാട്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ പറഞ്ഞത് കേൾക്കോ ഇല്ല ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ വന്നതും നേരെ ലെഫ്റ്റ് സൈഡിലുള്ള കുട്ടികളെ പാർക്കാണ്. അതേമാതിരി റൈറ്റ് സൈഡിൽ ചെറിയൊരു എന്താ പറയുക, ഒരു സ്റ്റാച്ചു ഉണ്ട് ഈഗിളുടെ. അത് ആദ്യം ഉള്ളതാവും, ഇപ്പോൾ കെട്ടിയൊന്നല്ല, കാരണം കുറേ പഴക്കമുണ്ട്. ഇപ്പോൾ ഈഗിളുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അതേമാതിരി അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കുട്ടികളെ പാർക്ക്. ഇപ്പോൾ എന്തായാലും പാർക്കിൽ പോയാൽ കുട്ടികളെ കുറേ കളിക്കുന്ന സാധനങ്ങളും ഉണ്ട്. അപ്പോൾ പിന്നെ കുറച്ച് ബേഡ്സ്, കോഴി, താറാവ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും പോയി കയറി നോക്കാം. പാർക്കിൽ വന്നപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്.
ഞാൻ ഫാമിലി ആയിട്ടാണ് വന്നത്. ഫാമിലിയിൽ ഇവിടെ പാർക്കിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ അവിടെയൊക്കെ ഫുള്ള് വീഡിയോ എടുത്ത് വരുമ്പോഴത്തേക്ക് ഇവർ വെറുതെ നിൽക്കണ്ടല്ലോ, അങ്ങനെ പാർക്കിൽ വന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഏതായാലും ഓരെ കാണിച്ചു തരാം. ഞാൻ എൻ്റെ ചെറുത് ഫുഡ് കഴിക്കുകയാണ്. എവിടെ പോയാലും ആണുങ്ങളാണ് ഭംഗി കൂടുതലാണെന്നുള്ളൊരു ചെറിയൊരു എക്സാമ്പിളാണിത്. കോഴിയായാലും താറാവായാലും പ്രാവായാലും ഏത് നോക്കിയാലും ആണുങ്ങളാണ് കാണാൻ നല്ല ഭംഗി. പെണ്ണിനെ കാണാനേ അത്രേ ഉള്ളൂ, അതൊക്കെ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ എവിടെ ആയാലും ഏത് ലോകത്തായാലും ആണുങ്ങളാണ് ഗ്ലാമർ കൂടുതൽ. ഞാൻ ഗ്ലാസ് കേട്ടെ എന്താ ചിലപ്പോൾ ഒന്നുകൂടി ഗ്ലാമർ കൂടുതലിരിക്കും. അപ്പോൾ എന്ത് പറഞ്ഞാലും ആണുങ്ങളാണ് ഗ്ലാമർ കൂടുതൽ. പിന്നെ കുട്ടികളെ പാർക്കൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് വരുന്ന കുറേ ഷോപ്പുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇങ്ങനെ പാമ്പുമാരി പോകുന്നുണ്ട്, കുറേ ഉണ്ട്, 1 2 ഒന്നല്ല, കുറേ ഷോപ്പുണ്ട്. അപ്പോൾ ഏതായാലും അതിൻ്റെ ഉള്ളിലും കയറി നോക്കാം. ടോയ്സ്, പിന്നെ ഈ എന്താ പറയുക ചെടികൾ, പൂവ്, അങ്ങനത്തെ എല്ലാം ഈ വയനാട് കിട്ടുന്ന എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട്. എന്തായാലും കയറി നോക്കാം അതിൻ്റെ ഉള്ളിൽ.
അപ്പോൾ ഷോപ്പിൻ്റെ സെക്ഷൻ ഇത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്ന നേരെ മുന്നിലേക്ക് വരുന്ന ഫുഡ് കോർട്ടാണ്. ഈ നടന്ന് തളർന്ന് വരുന്നവർക്ക് നേരെ പോയി ഫുഡ് കഴിക്കുക, ജ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ. മലയാളി കോളിഫ്ലവർ 4. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു. ഇനി നെക്സ്റ്റ് വരുന്ന കാർണിവലിൻ്റെ ഇതാണ് പരിപാടിയാണ്. ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ള ഓരോന്ന് കാണിച്ചു തരാം. അവർ കയറേണ്ട അറിയില്ല, കുട്ടികൾ കയറുകയാണെങ്കിൽ കാണിച്ചു തരാം. സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ടോ ഉള്ളിൽ കയറിയിട്ട്? കുറച്ചൊരു അറവുണ്ട്, എന്നാലും കുഴപ്പമില്ല.
കാർണിവലും കഴിഞ്ഞ് സ്റ്റേജ് ഫെസ്റ്റും കഴിഞ്ഞ്. സ്റ്റേജ് ഫെസ്റ്റിലൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പെർഫോമൻസ് ഒരു 7 പെൺകുട്ടികളുണ്ടായിരുന്നു. നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒന്നിനൊന്ന് മെച്ചം തന്നെ പറയാം. ഇനി നെക്സ്റ്റ് ആ ലാസ്റ്റിൽ ഒരു മരത്തുമ്മ ഒരു കുറേ ലൈറ്റിംഗ് ഒക്കെ ആക്കി വെച്ചൊരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതും കൂടി കണ്ടിട്ട് ഇന്നത്തെ ഈ വീഡിയോ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഏതായാലും നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ ലാസ്റ്റത്തെ ഒരു സെക്ഷനാണ് ഇവിടെ. മരത്തുമ്മ കുറേ നല്ല ലൈറ്റിങ് നല്ല അടിപൊളിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അവിടെ. നിങ്ങൾക്ക് ഇവിടുന്ന് കാണുന്നുണ്ടാവും. ഏതായാലും അതിന് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ പൂക്കളുണ്ട് കേട്ടോ. അയ്യോ, ഇത് ഞാൻ എപ്പോഴാണ് കാണുന്നത്. ഒരു നല്ലൊരു കാഴ്ച മിസ് ചെയ്യാൻ പോയിരുന്നു. എന്തായാലും ഈ ലൈറ്റ് കാണാൻ വന്നാൽ നന്നായി. എൻ്റെ ആ ലൈറ്റിൻ്റെ തൊട്ട് ബാക്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ കണ്ടത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ല സൺഫ്ലവറിൻ്റെ ചെടികൾ ഇഷ്ടംമാരിയുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര എടുത്തുനിന്ന് കാണുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും. സണ്ണും കൂടി ഉണ്ടായ പൊളിച്ചേനെ. അങ്ങനെ പൂപ്പൊലി 2025 എൻഡിങ് ആയി. എൻഡിങ് പറഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ ഇന്നത്തെ എൻഡിങ് ആട്ടോ. ഇത് 15-ാം തീയതി വരെ ഉണ്ട്. അപ്പോൾ വരുന്നവർക്ക് 15 വരെ ടൈമുണ്ട്. ഓരോ ദിവസം ഓരോ ഫംഗ്ഷൻ ആയിരിക്കും. സ്റ്റേജ് ഫംഗ്ഷൻ ഉണ്ടാവും. അപ്പോൾ എന്തായാലും വരി കാണി. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുഴപ്പമില്ല. ഞാൻ 5:30 വന്നപ്പോൾ സമയം ഏകദേശം 10 മണിയാവറെ. 4.5 hours ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, എൻജോയ് ചെയ്തു. വർത്താണ്. 60 ഉറുപ്പ്യക്ക് കാണാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. തുഷാൻ KJ സൈനിങ് ഓഫ് ഫ്രോം TJ Diaries.